ഹാൻഡ് സ്റ്റാൻഡ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്കില്ലാണ് ഹാൻഡ് സ്റ്റാൻഡ്. അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് പഠിക്കാമെന്ന് നോക്കാം. ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങളൊരു വാൾ സപ്പോർട്ടർ കൂടി പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതേപോലെയുള്ള പൊസിഷൻ നിൽക്കുക. ഇതാണ് ഫോർവേഡ് സ്റ്റാൻസ്. കൈ മുകളിലേക്ക് ഉയർത്തുക. ഇതേപോലെ ലെഗ് പൊസിഷൻ ഇതേപോലെ വെക്കുക. എന്നിട്ട് ഇതേപോലെ നിങ്ങൾ ഫ്ലോറിലോട്ട് കൈ വെക്കുന്ന സമയത്ത് കിക്ക് ചെയ്യണം. ഒരിക്കലും ഒരുപാട് ഫാറായിട്ട് ഹാൻഡ് വെക്കരുത്. നമ്മളെ ഫീറ്റിന് ഒരു 1 ഫീറ്റ് ഡിസ്റ്റൻസിലായിട്ട് കൈ വെച്ച് ഇതേപോലെ കിക്ക് ചെയ്യാം. ഈ ഒരു ബാലൻസിങ് മെത്തേഡ് ഫസ്റ്റ് പഠിക്കുക. നിങ്ങൾക്ക് ഇനി ഇയറിൻ്റെ അവിടെ കൈ വെച്ചിട്ട് കിക്ക് ചെയ്യാൻ റിസ്ക് ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ വെച്ച് ഇതേപോലെയും കിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ഇങ്ങനെ കിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കിക്ക് ചെയ്ത് നിങ്ങളെ ഫീറ്റ് ആയിരിക്കണം വാളിൽ ടച്ച് ആവേണ്ടത്. നിങ്ങൾ ഓൾ ബോഡി ഒരിക്കലും പോയിക്കാണ്ട് വാളിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഇതേപോലെ ഫീറ്റ് ടച്ച് ആയിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റ്സ് പ്രാക്ടീസ് ചെയ്യാം. ഏറ്റവും ബിഗിനറിനുള്ള ഒരു ലെവലാണ് കാണിച്ചു തരുന്നത്. അതിനുശേഷം ഇതേപോലെ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഒരുപാട് ഹോൾഡ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ ലെഗ് സ്വിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇതും ഒരുവിധം മാസ്റ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മൂവ്മെൻറ്റ്സ് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ബാലൻസ് പോകാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് നിങ്ങൾ ഗ്രിപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഉൾഭാഗം ടച്ച് ചെയ്യാതെ ഫിംഗർ വെച്ച് ഇതേപോലെ സ്പൈഡർ ഗ്രിപ്പ് എന്ന് പറയും, ഇതിങ്ങനെ ഫ്ലോറിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു മൂവ്മെൻറ്റ്സ് ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നിങ്ങൾ സേഫ് ആക്കുന്നത് ഹാൻഡ് സ്റ്റാൻഡ് ഇതേപോലെ ചെയ്യുമ്പോൾ അങ്ങോട്ട് വീഴുന്നത് സേഫ് ആക്കാൻ ഇതേപോലെ കൈയെടുത്ത് ഒരു കാർട്ട് വീൽ പോലെ വന്നിറങ്ങിയാൽ മതി. വേറെ മെത്തേഡ് ഉണ്ട്, ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുക, റോൾ ചെയ്യാം. പിന്നെ ഏതൊരു സ്കില്ലിനും ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൺസിസ്റ്റൻസിയാണ് മെയിൻ. നിങ്ങൾ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് പഠിക്കാൻ കഴിയുള്ളൂ. ഹാൻഡ് സ്റ്റാൻഡ് ഒരുപാട് ടൈം എടുത്ത് നമുക്ക് ബോഡി അലൈൻമെൻ്റ് എല്ലാം മനസ്സിലാക്കി ബാലൻസ് ചെയ്ത് പഠിക്കുന്ന ഒരു സ്കില്ലാണ്. അപ്പോൾ ടൈം എടുത്ത് പഠിക്കാം. ഓക്കെ, ഫോളോ ഫോർ മോർ ടിപ്സ്. ബൈ.